തക്കാളി ഇല്ലാണ്ട് ഒരു നാടൻ സ്റ്റൈൽ ചിക്കൻ റോസ്റ്റ് വെച്ചാലോ? ഈ റെസിപ്പിക്ക് വേണ്ടി നമ്മൾ ചിക്കൻ കരിക്കട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ചിക്കൻ റോസ്റ്റിൻ്റെ പൗഡർ തയ്യാറാക്കാൻ വേണ്ടി കുരുമുളക്, പെരിഞ്ജീരകം, പിന്നെ വറ്റൽമുളക്, പിന്നെ മല്ലി ഇതൊക്കെ എല്ലാം റോസ്റ്റ് ചെയ്ത് കോസായിട്ട് പൗഡർ ചെയ്ത് മാറ്റി വയ്ക്കണം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഹോൾ ഗരം മസാല, നീളത്തിലഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച സവാള, ശകലം ഉപ്പിട്ട് വാട്ടി കഴിഞ്ഞാൽ ഒന്ന് വേഗം നമ്മുടെ സവാള കുക്കാവും. അതിനുശേഷം കറി ലീഫ് ഇട്ടിട്ട് നമുക്ക് ഏകദേശം ഒരു 5 to 6 മിനിറ്റ്സ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സവാള ബ്രൗൺ ആയി കിട്ടും. അതിനുശേഷം ശകലം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മാത്രം മതി. ഇത് രണ്ടും ഇട്ടിട്ട് പച്ച സ്മെൽ പോകുന്നവരൊന്ന് വഴറ്റണം. ഇത് നമ്മുടെ ഓണിയൻ വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കറിക്കട്ട് ഇട്ട് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ച് കവർ ചെയ്ത് ഒരു 5 to 6 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. നമ്മുടെ ചിക്കൻ ഹാഫ് ഡൺ ആയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ പൗഡർ ചെയ്ത് വെച്ചിരിക്കുന്ന റോസ്റ്റിൻ്റെ മസാല ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. ഇതെല്ലാം പരണ്ട് വരണം, എന്നാലേ അതിൻ്റെ ഫ്ലേവർ മൊത്തം ചിക്കനിലോട്ട് പിടിക്കത്തുള്ളൂ. വീണ്ടും അടച്ച് വെച്ച് ഒരു 4 to 5 മിനിറ്റ്സ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ വെൽഡൺ ആവുന്നവരെ കുക്ക് ചെയ്യാം. നമ്മളുടെ നാടൻ സ്റ്റൈൽ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ പ്രിപ്പറേഷനിൽ തന്നെ മട്ടൺ ഇല്ലെങ്കിൽ ബീഫ് കൂടി നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. Super. And always remember this, everybody can cook and everybody has to cook.